ഞാൻ അങ്ങനെ അവളിലേക്ക് മടങ്ങിയിട്ട് ഫജാമഅതുഹാ, അവളുമായി ശാരീരിക ബന്ധം സ്ഥാപിച്ചു നബിയേ. ഞാൻ അവസാനം എന്റെ ആ വൃത്തിഹീനമായ പണി കഴിഞ്ഞ് ഫബലൈതു ഗൈറ ബഈദ്, ഞാൻ ആ ഖബറിൽ നിന്ന് മെല്ലെ മുകളിലേക്ക് കയറിയപ്പോ ഇത് ഖാമത്തുൽ ജാരിയ, ആ ഖബറിൽ ആ പെണ്ണ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു അശരീരി കേൾക്കുന്നത് പോലെ ഞാൻ കേൾക്കുകയാണ്. വൈലക യാ ശാബ്, വൈലക യാ ശാബ് ഔഖഫ്തനി ജുനുബൻ ബൈന അസാകിരിൽ മൗതാ. എടാധികാരിയായ ചെറുപ്പക്കാരാ, അഹങ്കാരിയായ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഇടയിൽ ഒരു വലിയ ശുദ്ധിക്കാരിയായി എന്നെ നിക്ഷേപിച്ച മോനെ, എന്നെ നിക്ഷേപിച്ച വ്യക്തിയെ, ലാ തസ്തഹി ദയ്യാന മിൻ യൗമിദ്ദീൻ, പടച്ച റബ്ബിനെ നീ ഭയപ്പെടാത്തവനായ ധിക്കാരിയായല്ലോ. അലാ തസ്തഹി, നാളെ റബ്ബിന്റെ കോടതിയെ നീ ലജ്ജിക്കുന്നില്ലേ? നാളെ മർദിതർക്ക് വേണ്ടി അവൻ നീതി വാങ്ങാൻ വേണ്ടി അവന്റെ സിംഹാസനത്തിലിരിക്കുമ്പോ ആ ഒരു രംഗത്തെ നീ ഭയപ്പെടുന്നില്ലേ ചെറുപ്പക്കാരാ? നിനക്ക് നാശം, നിനക്ക് നാശം, നിനക്ക് നാശം എന്നൊരശരീരി ഞാൻ കേട്ടു യാ റസൂലല്ലാഹ്. ഞാൻ ഭയപ്പെട്ടുകൊണ്ട് പശ്ചാത്തപിച്ചു നബിയേ. പക്ഷേ എന്റെ മനസ്സിന് സമാധാനമില്ല ഹബീബേ. ഞാൻ അവിടുത്തെ സദസ്സിൽ വന്നതാണ്, എനിക്ക് മാപ്പുണ്ടോ? ഫഹല്ലി മിൻ തൗബാ, ഫഹല്ലി മിൻ തൗബാ, എനിക്ക് മാപ്പുണ്ടോ നബിയേ? ഫവസബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ യദ്ഫഉ ഫീ ഖഫാ. അല്ലാഹുവിന്റെ റസൂൽ ഇത് കേട്ട മാത്രയിൽ സടകുടഞ്ഞെഴുന്നേൽക്കുകയാണ്. വളരെ ഗൗരവത്തോടെ അല്ലാഹുവിന്റെ റസൂൽ ചാടി എഴുന്നേറ്റ് ആ സഹോദരന്റെ പിടലയിൽ തട്ടിയിട്ട് ഉഖ്റുജു മിന്നീ, ഉഖ്റുജു മിന്നീ, ഇറങ്ങിപ്പോകൂ എന്റെ സദസ്സിൽ നിന്ന്, അല്ലാഹുവിന്റെ ശിക്ഷയെങ്ങാനും ഈ സദസ്സിൽ ഇറങ്ങുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, എന്നിൽ നിന്ന് ഇറങ്ങിപ്പോകണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട് പറയുമ്പോ ഫഖറജ തായിബാ ഇലൽ ജബലി, മലഞ്ചരവുകളിലേക്ക്, പാറമടകളിലേക്ക് ആ ചെറുപ്പക്കാരനായ സഹാബി നിറകണ്ണുകളോടെ, നീറുന്ന മനസ്സോടെ, പശ്ചാത്താപത്തോടെ 40 ദിവസം മലമുകളിൽ പോയി പശ്ചാത്തപിക്കുകയാണ്. പശ്ചാത്തപിച്ചു പശ്ചാത്തപിച്ചു പൊട്ടിക്കരയുകയാ, പൊട്ടിക്കരയുകയാ. നിറകണ്ണുകളോടെ റബ്ബിലേക്ക് തന്റെ പാപം സമർപ്പിക്കുകയാ. ഫലമ്മാ തമ്മലഹു 40 ലൈലാ, 40 ദിനരാത്രങ്ങൾ ആ പർവ്വതത്തിന്റെ മുകളിൽ പോയി റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ ചെറുപ്പക്കാരൻ 40 ദിവസം കഴിഞ്ഞപ്പോ തന്റെ മുഖത്തെ ആകാശത്തേക്ക് ഉയർത്തുകയാ. ഫഖാല, ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, യാ ഇലാഹ ആദമ വ ഹവ്വാ, ആദമിന്റെ നാദാ, ഹവ്വാ ബീവിയുടെ റബ്ബേ, മുഹമ്മദ് നബിയുടെ നാദാ, ഇൻ ഗഫർത ലീ ഫഅലിം മുഹമ്മദൻ വഅസ്ഹാബഹു. ഞാൻ ഈ 40 ദിവസം നിന്നോട് പൊട്ടിക്കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, അത് നീ സ്വീകരിച്ചുവെങ്കിൽ നീ പുറത്തു തന്നുകൊണ്ട് മുഹമ്മദ് നബിയെയും അവിടുത്തെ അനുയായികളെയും നീ അറിയിക്കണേ റബ്ബേ. വഇല്ലാ, ഇനി നീ എനിക്ക് മാപ്പ് നൽകിയിട്ടില്ല എങ്കിൽ ഫഅർസിൽ നാറം മിനസ് സമാ, ആകാശ ലോകത്ത് നിന്ന് നീ തീയിറക്കണേ അല്ലാഹ്. ഫാഹിരിക്നി,
എന്നെ കരിക്കണേ റബ്ബേ, എന്നെ കരിക്കണേ റബ്ബേ. വനജിനി മിൻ അദാബിന്നാർ, നാളെ നരകത്തിന്റെ തീയിൽ നിന്ന്, നരകത്തിന്റെ ശിക്ഷകളിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ ദുനിയാവിൽ എന്നെ നീ നശിപ്പിച്ചാലും ആഖിറത്തിൽ നിന്ദിക്കല്ലേ അല്ലാ. ബഹുമാനപ്പെട്ട ചെറുപ്പക്കാരനായ സഹാബി 40 ദിവസം റബ്ബിന്റെ കോടതിയിൽ നിറകണ്ണുകളോടെ തന്റെ ആവലാതി ബോധിപ്പിച്ചപ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്ന് നബി തങ്ങൾക്ക് സലാം ചൊല്ലുകയാണ്. ഹബീബേ, അല്ലാഹു അങ്ങേക്ക് സലാം പറഞ്ഞിരിക്കുന്നു. സലാം അടക്കൂ നബിയേ. അല്ലാഹുമ്മ അന്ത സലാം വമിൻക സലാം വഇലൈക യർജിഉ സലാം. ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ, അല്ലാഹു എന്നോട് ചോദിക്കാൻ പറഞ്ഞിരിക്കുകയാണ്, അന്ത ഖലഖതൽ ഖൽഖ അം ഖലഖല്ലാഹ്. നബിയെ, താങ്കളാണോ സൃഷ്ടികളെ സൃഷ്ടിച്ചത്, അതല്ല അല്ലാഹുവാണോ സൃഷ്ടികളെ സൃഷ്ടിച്ചത്? ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞു, ബൽ ഖലഖനി വ ഖലഖഹും, അല്ലാഹുവാണ് എന്നെയും ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത്. വീണ്ടും ജിബ്രീൽ ചോദിക്കുകയാണ്, അന്ത തർസുഖുഹും അം റസഖല്ലാഹ്, നിങ്ങളാണോ അവർക്ക് വിഭവങ്ങൾ നൽകുന്നത്, അതല്ല പടച്ചവനാണോ നൽകുന്നത്? നബി തങ്ങൾ മറുപടി പറഞ്ഞു, അല്ലാഹുവാണ് എനിക്കും ഈ ലോകത്തുള്ളവർക്കും റിസ്ക് നൽകുന്നത്. മൂന്നാമതായി ജിബ്രീൽ ചോദിക്കുന്നു, അന്ത തതൂബു അലൈഹിം ഔ യതൂബുല്ലാഹ്. നബിയേ, കണ്ണുകളോടെ അവിടുത്തെ സദസ്സിലേക്ക് വരുന്നവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നത് അങ്ങാണോ അല്ലാഹുവാണോ? പശ്ചാത്താപം സ്വീകരിക്കുന്നത് അല്ലാഹുവാണോ അങ്ങാണോ? നബിയേ, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇല്ല ഇല്ല, അല്ലാഹുവാണ് മാപ്പ് ചെയ്യുന്നത്, അല്ലാഹുവാണ് മാപ്പ് ചെയ്യുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, തുബ് അലാ അബ്ദിൻ തുബ് അലാ അബ്ദിൻ ഫഇന്നല്ലാഹ താബ അലൈഹി. നബിയേ, ഖബർമാദിയായ ചെറുപ്പക്കാരനായ മനുഷ്യൻ തന്റെ ഖബറിൽ വെച്ച് വൃത്തിഹീനമായ പ്രവൃത്തി ചെയ്തിട്ട് അവിടുത്തെ സദസ്സിൽ സമാധാനത്തിന് വേണ്ടി വന്നപ്പോ ആട്ടിപ്പായിച്ചില്ലേ നബിയേ? ആ ചെറുപ്പക്കാരൻ 40 ദിവസം നിറകണ്ണുകളോടെ റബ്ബിലേക്ക് പശ്ചാത്തപിച്ചു. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു നബിയേ, പുറത്തു കൊടുത്തു നബിയേ. അങ്ങേക്ക് സന്തോഷ വർത്തമാനം അറിയിക്കൂ യാ റസൂലല്ലാഹ്. തൗബയിലൂടെയാണ്, പശ്ചാത്താപത്തിലൂടെയാണ് അള്ളാഹുവിലേക്ക് നാം മടങ്ങേണ്ടത്. അള്ളാഹുവിലേക്ക് നാം മടങ്ങേണ്ടത് പശ്ചാത്താപത്തിലൂടെയാണെങ്കിൽ ആ പശ്ചാത്താപം എങ്ങനെയാണ് നാം ചെയ്യേണ്ടത്? തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആ തൗബായ്ക്ക് മുമ്പ് സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്താണ്? പാവങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കും. അല്ലാഹുവിന്റെ ദാസന്മാരായ, അല്ലാഹുവിന്റെ ദാസിമാരുടെ സകലമാന പാവങ്ങളും പടച്ച തമ്പുരാൻ ഏറ്റെടുക്കും. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ യുബ്സിതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാസന്മാരുടെ കണ്ണുനീരുകൾ കാണാൻ, അവന്റെ പാവങ്ങളെല്ലാം ഏറ്റെടുക്കുന്നതിന് വേണ്ടി പകലിന്റെ സമയങ്ങളിൽ ചെയ്ത പാവങ്ങൾ അതെല്ലാം ഏറ്റെടുക്കാൻ അവൻ പാതിരാ സമയത്ത് നിറകണ്ണുകളോടുകൂടി അല്ലാഹുവിലേക്ക് സകലവും സമർപ്പിക്കുന്ന തന്റെ അടിമകളുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ അവൻ തൗബയുടെ വാതിൽ
വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ലിയതൂബ മുസീഉൻ നഹാർ. പാതിരാ സമയത്ത് തെറ്റ് ചെയ്ത മനുഷ്യ, പാതിരാ സമയത്ത് തെറ്റ് ചെയ്ത മനുഷ്യ, പാവങ്ങളുമായി പാവങ്ങളുടെ കൂമ്പാരവുമായി പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് നിറകണ്ണുകളോടുകൂടി നീ മടങ്ങിയാൽ അവൻ നിന്റെ പാപം ഏറ്റെടുക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ويتوب مسيء النهار ويتوب مسيء النهار. പാതിരാ സമയത്ത് ചെയ്യുന്ന പാപം പകലിൽ അവൻ ഏറ്റെടുക്കുമെന്ന് നബി തങ്ങൾ പറയുമ്പോ, പകലിന്റെ സമയത്ത് ചെയ്യുന്ന പാപം ഏറ്റെടുക്കാൻ പാതിരാ സമയത്ത് അവൻ ഇതാ തൗബയുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി രാത്രി ചെയ്യുന്ന പാപം പകലിൽ അള്ളാഹു ഏറ്റെടുക്കുന്നു, പകലിൽ ചെയ്യുന്ന പാപം രാത്രി അള്ളാഹു ഏറ്റെടുക്കും. അതുകൊണ്ട് നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ, ഒരു പാപം ചെയ്താൽ ഉടൻ തന്നെ അള്ളാഹുവിലേക്ക് മടങ്ങണം, പടച്ചവനിലേക്ക് മടങ്ങണം. വബിൽഅസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ വബിൽഅസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا يدعون ربهم خوفا وطمعا. അല്ലാഹു സുബ്ഹാനഹു വ തആല പാവങ്ങൾ ഏറ്റെടുക്കും. പകൽ ചെയ്ത പാവം രാത്രി, രാത്രി ചെയ്ത പാവം പകൽ. പെട്ടെന്ന് നിങ്ങൾ തൗബ ചെയ്താൽ, ഒരു തെറ്റൊരാൾ ചെയ്താൽ ഉടൻ തന്നെ തൗബ ചെയ്യണം. അതാണ് നബി തങ്ങൾ പറയുന്നത്. അന്നുമ്മി ഇസ്മത്തുൽ ഔസിയ്യ റളിയല്ലാഹു അൻഹാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മാ മിൻ മുസ്ലിമിൻ യുദ്നിബു ദൻബാ ഇല്ലാ വഖഫൽ മലകു ثلاث ساعات فإن تاب واستغفر لم يكتبه ولم يعذبه الله يوم القيامة. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഉമ്മി ഇസ്മത്തുൽ ഔസിയ്യ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുസ്ലിമീങ്ങളായ സഹോദരാ, മുസ്ലിമായ സഹോദരാ, മുസ്ലിമത്തായ സഹോദരി, സഹോദരാ, സഹോദരി, ആരെങ്കിലും നിങ്ങളിൽ നിന്നൊരാൾ ഒരു പാപം ചെയ്തു എന്നിരിക്കട്ടെ, ഇല്ലാ വഖഫൽ മലകു ثلاث ساعات 3 മണിക്കൂർ സമയം അവന്റെ പാപങ്ങളെല്ലാം പഴുകിക്കളയുന്നതിന് വേണ്ടി അവൻ പശ്ചാത്തപിച്ചാൽ റബ്ബിന്റെ കോടതിയിലേക്ക് ഇതാ അവന്റെ പാപങ്ങൾ എത്തിക്കാതിരിക്കാൻ മലക്കുകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു പാപം ചെയ്ത ഒരു മനുഷ്യൻ 3 മണിക്കൂറിനുള്ളിൽ അവൻ തന്റെ പാപത്തിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ ലം യക്തുബുഹു, അവൻ പാപിയായി രേഖപ്പെടുത്തുകയേ ഇല്ല. വലം യുഅദ്ദിബുഹുല്ലാഹു യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ഇവൻ പാപം ചെയ്തവന്റെ പട്ടികയിൽ പെടുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പാപം ചെയ്താൽ താമസിപ്പിക്കരുതേ, താമസിപ്പിക്കരുതേ, ഉടൻ തന്നെ നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങണമേ നബിയുനാ റസൂലുള്ളാഹി. പെട്ടെന്ന് തന്നെ മടങ്ങണം, പെട്ടെന്ന് തന്നെ മടങ്ങണം. 3 മണിക്കൂർ സമയം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ പാവം ചെയ്തിട്ട് 2 മണിക്കൂറാണല്ലോ, ഇനി 1 മണിക്കൂറിനുള്ളിൽ വീണ്ടും ഒരു പാവം കൂടെ ചെയ്തിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് 3 മണിക്കൂറിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് തൗബ ചെയ്യാം. അതല്ല അതിന്റെ അർത്ഥം, അതല്ല അതിന്റെ അർത്ഥം. വളരെ പെട്ടെന്ന് ചെയ്യാൻ ഒരു ഏകദേശം ഒരു സമയമാണ് നമുക്ക് നബിതങ്ങളെ പഠിപ്പിച്ചത്. വളരെ പെട്ടെന്ന്. എപ്പോഴാണ് തൗബ ചെയ്യേണ്ടത്? എപ്പോഴാണ് തൗബ ചെയ്യേണ്ടത്? ഖുർആൻ പറയുന്നു, ഇന്നമ തൗബതു അലല്ലാഹ്, ഇന്നമ തൗബതു അലല്ലാഹ് ലില്ലദീന യഅമലൂന السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما.
തൗബ പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ ഇന്നമ തൗബതു അലല്ലാഹ്, അല്ലാഹു സ്വീകരിക്കുന്ന തൗബ എന്ന് പറഞ്ഞാൽ, അവൻ സ്വീകരിക്കുന്ന പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല, ആരെങ്കിലും അറിവില്ലായ്മയുടെ പേരിൽ, വിവരമില്ലായ്മയുടെ പേരിൽ, അവന്റെ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ അവൻ തെറ്റിലേക്ക് വീണു പോയെങ്കിൽ യതൂബൂന മിൻ ഖരീബ്, താമസിക്കാതെ അവൻ ഉടൻ തന്നെ പശ്ചാത്തപിച്ചു കൊള്ളട്ടെ. താമസിപ്പിക്കരുതേ. പാതിരാ സമയത്ത് തെറ്റ് ചെയ്ത മനുഷ്യ, നേരം വെളുക്കുന്നത് വരെ പാപത്തിൽ നിന്ന് പരിഹാരം കാണാൻ നീ പ്രതീക്ഷിക്കരുതേ. ഉടൻ തന്നെ പശ്ചാത്തപിച്ച് മടങ്ങണമേ, ഉടൻ തന്നെ പശ്ചാത്തപിക്കണമേ. പകലിന്റെ സമയങ്ങളിൽ പാപം ചെയ്ത മനുഷ്യ, എപ്പോഴാണ് നീ മരിക്കുക എന്നറിയില്ല. നിന്റെ അന്ത്യം ഏത് സമയത്താണ് സംഭവിക്കുക എന്നറിയില്ല. നീ ചെയ്ത പാപങ്ങൾ നിറ കണ്ണുകളോടെ തന്റെ റബ്ബിലേക്ക് സമർപ്പിച്ചാൽ ഫൗലൈക യതൂബുല്ലാഹു അലൈഹിം, അല്ലാഹു അവന്റെ പശ്ചാത്താപം സ്വീകരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, ഉടൻ തന്നെ പശ്ചാത്തപിക്കണേ, അമാന്തിപ്പിക്കരുതേ, താമസിപ്പിക്കരുതേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ എല്ലാ ദിവസവും 70-ലധികം പ്രാവശ്യം അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുമെന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ കുല്ല യൗമിൻ അക്സറ മിൻ 70 മറ. പാപം ചെയ്യാത്ത ഹബീബായ തങ്ങൾ, പാപം കുറിച്ച് ചിന്തിക്കാത്ത ഹബീബായ തങ്ങൾ, പാപത്തിന്റെ വഴിയെ സഞ്ചരിക്കാത്ത ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എല്ലാ ദിവസവും ഞാൻ 70 പ്രാവശ്യം പശ്ചാത്തപിക്കാറുണ്ട്. എല്ലാ ദിവസവും 70-ൽ കൂടുതൽ പ്രാവശ്യം, മറ്റൊരു റിവായത്തിൽ 100 പ്രാവശ്യം എന്നും കാണാം. പ്രവാചകന്മാര് പോലും തൗബ ചെയ്യാറില്ലേ? പ്രവാചകന്മാര് പോലും പശ്ചാത്തപിച്ചില്ലേ? ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പശ്ചാത്തപിച്ചില്ലേ? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, വർഷങ്ങളോളം 100 വർഷത്തോളം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിറ കണ്ണുകളോടെ തന്റെ റബ്ബിന്റെ സമക്ഷത്തിലേക്ക് തന്റെ പാവങ്ങൾ ഏറ്റുപറഞ്ഞു എന്ന് പരിശുദ്ധമായ ഹദീസുകളിൽ കാണാമെങ്കിൽ, ബഹുമാനപ്പെട്ട ആദം നബിയും ബീവി ഹവ്വായും അലൈഹിമസ്സലവാത്തു വത്തസ്ലീമാത്ത് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചത് ഖുർആൻ വിവരിക്കുകയാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ഒരു പ്രവാചകനാണ്, പ്രവാചക കുലത്തിലെ പ്രമുഖനാണ്, നമ്മുടെ ഉപ്പയാണ്, നമ്മുടെ ഉമ്മയാണ്. അവർ ചെയ്തു പോയ ഒരു പാപമാണോ? വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. ഈ വൃക്ഷത്തിന്റെ സമീപത്തേക്ക് ആദമേ നീയും നിന്റെ ഭാര്യയും അടുക്കരുതേ എന്ന് പറഞ്ഞു പോയി. ആദം നബിയെ അല്ല പിശാച് വശീകരിച്ചത്, ആദമിന്റെ ഭാര്യയാണ് വശീകരിച്ചത്, ആദമിന്റെ തുണയെയാണ് വശീകരിച്ചത്, ആദമിന്റെ ഇണയെയാണ് വശീകരിച്ചത്. ബീവി ഹവ്വ ഒറ്റയ്ക്കിരുന്നപ്പോ പിശാച് ബീവി ഹവ്വയിലേക്ക് കടന്നു വന്നുകൊണ്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇല്ലാത്ത സമയത്ത് ആ വൃക്ഷത്തിന്റെ സമീപത്തേക്ക് പോകുവാൻ പ്രേരിപ്പിക്കുകയും ആ പെണ്ണതിൽ വീണു പോവുകയും ചെയ്തുവെങ്കിൽ ഓർക്കണേ, ചിന്തിക്കണേ, അള്ളാന്റെ തീരുമാനമാണ്, അള്ളാന്റെ തീരുമാനമാ. ഖുല്ലഹ്ബിതു മിൻഹാ ജമിയാ. തീരുമാനങ്ങൾ സ്വീകരിക്കാത്തവർക്ക് ഈ സ്വർഗത്തിൽ ഒരു സ്ഥാനമില്ല, അവർക്ക് ഇടമില്ല, അവരുടെ സങ്കേതം ഇതല്ല. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലേക്ക് പോകണമേ, ഭൂലോകത്തേക്ക് പോകണമേ. നിങ്ങളെ ഇതാ നാം ഈ സ്വർഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്.
ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിട്ടോളാൻ പറഞ്ഞു. ഭൂമിയിലേക്ക് വന്നുകൊണ്ട് രണ്ടുപേരും നിറകണ്ണുകളോടെ തൗബ ചെയ്യുകയാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളുടെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു പോയി പടച്ചവനെ. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചു പോയി. അല്ലാഹ് തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകിയില്ല എങ്കിൽ, വതർഹംനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ല എങ്കിൽ, നീ ഞങ്ങളോട് കരുണ കാട്ടിയില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ തീരാ നഷ്ടവാളികളായി പോകും പടച്ചവനെ, നഷ്ടപ്പെട്ടവരായി പോകും അല്ലാഹ്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ബീവി ഹവ്വായും തൗബ ചെയ്യുകയാണ്, പശ്ചാത്തപിക്കുകയാണ്. 100 വർഷത്തോളം അവർ പശ്ചാത്തപിച്ചു. 100 വർഷത്തോളം അവർ പശ്ചാത്തപിച്ചു എന്ന് കാണാം ചരിത്രത്തിൽ. 100 വർഷത്തോളം. ചില ചരിത്രകാരന്മാർ പറയുന്നു 200 വർഷത്തോളം. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത് ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പശ്ചാത്താപം സ്വീകരിച്ചു. ചില വചനങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ സകലവും സമർപ്പിച്ചപ്പോൾ പടച്ച തമ്പുരാൻ ഫതാബ അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിക്ക് പുറത്തു കൊടുത്തു. ആദം നബിക്ക് തൗബ സ്വീകരിച്ചു. പ്രവാചകൻ തൗബ ചെയ്യുകയാണ്. പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിബ്തിയിലെ ഒരു വ്യക്തിയെ ഒറ്റയടിക്ക് കൊന്നുകളഞ്ഞു. അത് കൊല്ലാൻ വേണ്ടി അടിച്ചതല്ല, ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിട്ട് ഒന്ന് തൊട്ടതാണ്. ആളങ്ങ് തട്ടിപ്പോയി. ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിട്ട് ഒന്ന് തട്ടി, ആള് വടിയായി മരിച്ചുപോയി. ഉടനെ എന്താ ചെയ്തത്? ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖാല ഹാദാ മിൻ അമലി ശൈത്താൻ, അല്ലാഹുവേ ഇത് പിശാചിന്റെ പണിയായി പോയല്ലോ പടച്ചവനെ. വെറുതെ ആദ്യം അങ്ങോട്ട് അടിയും അടുക്ക് ഉണ്ടാക്കിയിട്ട് സംഭവിച്ചു. അവനെ കൊല്ലാൻ വേണ്ടി ഞാൻ ചെയ്തതല്ല, അതറിയാതെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ ചെയ്തതാണ്. ആള് തട്ടിപ്പോയി, വടിയായി പോയി. പടച്ചവനെ ഇത് വല്ലാത്തൊരു ശൈത്താന്റെ പണിയായി പോലെ. ഉടനെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്താ ചെയ്തത്? തൗബ ചെയ്തു. ഖാല റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലീ, അല്ലാഹുവേ ഞാൻ എൻ്റെ സ്വന്തത്തോട് അക്രമം കാട്ടി നാഥാ, നീ എനിക്ക് പുറത്തു തരണേ പടച്ചവനെ, പുറത്തു തരണേ പടച്ചവനെ. ഫഗഫറ ലഹു, അല്ലാഹു പുറത്തു കൊടുത്തു. പ്രവാചകന്മാരുടെ കാര്യമാണ്. പ്രവാചകന്മാരുടെ കാര്യം. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്ത് ചെയ്ത് ആരും സ്വീകരിക്കാതെ വന്നപ്പോൾ അവിടെ നിന്ന് ഒളിച്ചോടി എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്ന് പോയാൽ മതി. അങ്ങനെ പോയി. അത് അള്ളാന്റെ തീരുമാനം. പരീക്ഷണങ്ങളൊക്കെ വരും, അതിനെ തരണം ചെയ്ത് കഴിഞ്ഞുകൂടണം. ദീനിന്റെ ദഅവത്ത് ചെയ്യുന്നവർക്കും അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർക്കും പള്ളികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും എല്ലാം വലിയ ത്യാഗങ്ങൾ ഉണ്ടാകും. ആ ത്യാഗത്തിൽ എന്ത് ചെയ്യണം? സഹിക്കണം, ക്ഷമിക്കണം, പിടിച്ചു നിൽക്കണം. അതുകൊണ്ടല്ലേ പള്ളികളിലൊക്കെ വലിയമാർക്ക് വല്ലാത്ത ഭീഷണികളാണ്. അവരെ കുറ്റം, ഇവരുടെ കുറ്റം, അതിങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തെ അവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടല്ലേ ഒരു പള്ളിയിൽ സ്ഥിരമായിട്ട് വലിയാക്കന്മാരിക്കാത്തത്. നാട്ടുകാർ സമ്മതിക്കണ്ടേ? എന്താ പിത്തിനായും പ്രസാദം പറഞ്ഞിട്ട് വല്ലാത്ത പരീക്ഷണങ്ങളാണ് അവർ നേരിടുന്നത്. പക്ഷെ അതെല്ലാം അള്ളാഹ്ക്ക് വേണ്ടി സഹിച്ചും ക്ഷമിച്ചും കഴിഞ്ഞുകൂടും. അങ്ങനെയുണ്ട്. അതങ്ങനെ പിടിച്ചു നിൽക്കൽ അതൊരു ഈമാനിന്റെ ഭാഗമാണ്. അതിനെ വിട്ടിട്ട് ഒളിച്ചോടുമ്പോ ചിലപ്പോൾ അള്ളാന്റെ പരീക്ഷ ഉണ്ടാവും.
ഒളിച്ചോടുമ്പോൾ അള്ളാന്റെ പരീക്ഷ ഉണ്ടാവും. അങ്ങനെ ഒളിച്ചോടി യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. وذنون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. കപ്പലിൽ പോയപ്പോ പറഞ്ഞല്ലോ, കപ്പലിൽ സംഭവം എല്ലാം അറിയാലോ. അതിനെടുത്ത് കടലിലേക്ക് ഇട്ടു. കടലിൽ ഇട്ട പാടെ ഒരു മത്സ്യം വിഴുങ്ങി. ആ മത്സ്യത്തെയും യൂനുസ് നബിയും കൂടെ മറ്റൊരു മത്സ്യം വിഴുങ്ങി. 40 ദിവസം വയറ്റിനകത്ത്. തൗബ ചെയ്തു ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. തൗബ ചെയ്തു യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. വനാദാ ഫിൽ ളുലുമാത്, ആ ഇരുണ്ട തുരുത്തിൽ ആ വയറ്റിനകത്ത് കിടന്നുകൊണ്ട് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗബ ചെയ്യുകയാണ്. അല്ലാഹുവേ, നീ പരിശുദ്ധനാണ്, പടച്ചവനെ പരിശുദ്ധനാണ് അല്ലാഹ്. ഞാൻ എന്റെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു പോയി, ഞാൻ അക്രമികളിൽ പെട്ടുപോയി. നാഥാ, നീ എനിക്ക് മാപ്പ് നൽകണേ അല്ലാഹ്, മാപ്പ് നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിറക്കണ്ണുകളോടെ റബ്ബിലേക്ക് പശ്ചാത്തപിച്ചപ്പോ ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന്റെ ആ കണ്ണുനീര് സ്വീകരിച്ചു. വനജ്ജൈനാഹു മിനൽ ഗം, അദ്ദേഹത്തിന്റെ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നാം അദ്ദേഹത്തെ കരകയറ്റി രക്ഷപ്പെടുത്തി. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇത് പ്രവാചകന്മാരുടെ ചരിത്ര പാരമ്പര്യമാണെങ്കിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രഭാഷണം നടത്തുന്ന അബൂബക്കരെ, നമ്മെ നോക്കിക്കൊണ്ടാണ് പടച്ച തമ്പുരാൻ പറയുന്നത് വകദാലിക നുൻജിൽ മുഅ്മിനീൻ, നാം ഇവരെ രക്ഷപ്പെടുത്തിയതുപോലെ നിങ്ങളെയും നാം രക്ഷപ്പെടുത്തും. നിങ്ങളെയും നാം സഹായിക്കും. നിങ്ങളുടെ കണ്ണുനീരും നാം ഒപ്പിയെടുക്കും. നിങ്ങളുടെ പാപങ്ങളും ഞാൻ പുറത്തു തരും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, തൂബൂ ഇലല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പടച്ചവരിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണമേ എന്ന് അല്ലാഹു പറയുമ്പോ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പറയുന്നത്, പശ്ചാത്തപിച്ച് മടങ്ങേണ്ട പ്രകാരം മടങ്ങണമേ. ഇവിടെയാണ് നമ്മൾ കുടുങ്ങിപ്പോകുന്നത്. പശ്ചാത്തപിക്കണമെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ പശ്ചാത്തപിക്കാൻ പറ്റും. പക്ഷെ പശ്ചാത്തപിച്ച് മടങ്ങേണ്ട പ്രകാരം മടങ്ങേണ്ടത് പോലെ, ഇസ്ലാമിക വിധി മാനിച്ചുകൊണ്ട് മടങ്ങേണ്ടത് പോലെ മടങ്ങണം. അതാണ് തൗബ. അല്ലാതെ ലൈറ്റ് അടച്ചിട്ട് അല്ലാ പഠിച്ചോനെ പുറത്തരണേ മാപ്പാക്കണേ എന്നിട്ട് ബിരിയാണി പൊതി മേടിച്ചോണ്ടൊന്നും പോയാലൊന്നും ഞങ്ങളുടെ തൗബ സ്വീകരിക്കൂല. 27 ബിരിയാണി പൊതിക്ക് വേണ്ടിയിട്ട് തൗബായ്ക്ക് വരും. എങ്ങനെങ്കിലും ഇതൊന്ന് തീർന്നു കിട്ടാൻ വേണ്ടി മൊയ്ലിയാർ 1 മണിക്കൂറങ്ങാണ് ദുആ ഇച്ചിരി കൂടുതൽ ചെയ്തു പോയാലും മൊയ്ലിയാരെയും പിരാകും, കമ്മിറ്റിക്കാരെ ശപിക്കും. ആ ബിരിയാണിയിലേക്ക് നോക്കിയിട്ട് ബിരിയാണിയെ ശപിച്ചുകൊണ്ടിരിക്കും. ഇതാണ് തൗബ. അതുകൊണ്ട് അല്ലാഹു തആല ഒന്നുകൂടെ കുട്ടിയെ തൗബതൻ നസൂഹാ, തൗബതൻ നസൂഹാ, ആത്മാർത്ഥമായ നിലയിൽ അല്ലാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്തു മടങ്ങണം. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നുള്ള നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തോന്നും ഇനി തൗബ ചെയ്യണോ വേണ്ടായോ എന്ന്. തൗബ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു, ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നൽ അബ്ദ ഇദാ അദ്നബ ثم اعترف فتاب تاب الله عليه كما قال رسول الله. ഒരാൾ തൗബ ചെയ്യേണ്ടത് എങ്ങനെ, പശ്ചാത്തപിക്കേണ്ടത് എങ്ങനെ? ഒരാൾ പാപം ചെയ്താൽ, ഒരു മനുഷ്യൻ പാപം ചെയ്താൽ, ഒരു സഹോദരനോ ഒരു സഹോദരിയോ തെറ്റ് ചെയ്താൽ
പടച്ച തമ്പുരാനോട് ഏറ്റുപറയണം, അല്ലാ അല്ലാ ഏറ്റുപറയണം, ഞാൻ ഇന്ന തെറ്റ് ചെയ്തു അല്ലാ, ഞാൻ ഇന്ന തെറ്റ് ചെയ്തു അല്ലാ, ഞാൻ ഇന്ന കുറ്റം ചെയ്തു അല്ലാ, ഞാൻ ഇന്ന പാപം ചെയ്തു അല്ലാ. ശേഷം അവൻ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ താബല്ലാഹു അലൈഹി, അല്ലാഹു അവന്റെ പശ്ചാത്താപം സ്വീകരിക്കും. അതാണ് തൗബ, അതാണ് തൗബ. ആദ്യ ഇഅ്തിറാഫ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞതുപോലെ അതേപോലെ നമ്മളും അല്ലാഹുവോട് ഏറ്റുപറയണം, അല്ലാഹ് ഞാൻ ചെയ്ത പാപം, ഞാൻ വ്യഭിചരിച്ചു റബ്ബേ, ഞാൻ പെണ്ണിനെ പിടിച്ചു പടച്ചവനെ, കള്ളു കുടിച്ചു പടച്ചവനെ, ഹറാമായ സ്ഥലങ്ങളിലേക്ക് നോക്കി അല്ലാഹുവേ, പടച്ചവനെ ഞാൻ കൈകൊണ്ട് ഇന്നത് ചെയ്തു അല്ലാഹുവേ, ഇന്ന തെറ്റുകളും ചെയ്തു റബ്ബേ, അത് അധർമ്മമായി പോയി പടച്ചവനെ, അപകടമായി പോയി പടച്ചവനെ, അല്ലാഹുവേ ഞാനത് നിന്റെ മുന്നിൽ സമർപ്പിക്കുന്നു, ഏറ്റുപറയുന്നു, ഇനി മേലിലില്ല, നീ അത് ഏറ്റെടുക്കണം പടച്ചവനെ എന്ന് റബ്ബിനോട് നമ്മൾ ഏറ്റുപറയണം. അത് നമ്മൾ മൊത്തത്തിൽ ചെയ്താൽ പറ്റൂലല്ലോ, ഒറ്റയ്ക്കിരുന്ന് ചെയ്താലേ പറ്റുള്ളൂ. മൊത്തത്തിൽ നമ്മൾ ഇരുന്ന് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ഇപ്പൊ വ്യഭിചരിക്കാത്തവന് ഞാൻ വ്യഭിചരിച്ചു അല്ലാഹു പുറത്തു തരണേന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്കിരുന്ന് നമ്മൾ ചെയ്ത പാവം നമ്മളത് ഏറ്റുപറയണം പടച്ചവനോട്. രഹസ്യമായി ചെയ്ത പാപം രഹസ്യമായി അല്ലാഹുവിനോട് തൗബ ചെയ്യണം, പരസ്യമായി ചെയ്ത പാപം പരസ്യമായി അല്ലാഹുവിനോട് തൗബ ചെയ്യണം. ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിക്കുകയാണ് നബിയേ, ഔസിനി, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് ചില വസിയത്തുകൾ നൽകണേ, എനിക്ക് ചില ഉപദേശ നിർദ്ദേശങ്ങൾ നൽകണേ. ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറയുകയാ, ഏ മുആദേ ഇത്തഖില്ലാഹ് അലൈക ബിതഖ്വല്ലാഹ്, عليك بتقوى الله ما استطعت واذكر الله عند كل حجر وشجر وما عملت من سوء فأحدث له توبة السر بالسر والعلانية بالعلانية. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു എങ്ങനെയാണ് എനിക്കൊരു ഉപദേശം നബിയെ അങ്ങ് നൽകുക, എനിക്കൊരു ഉപദേശ നിർദ്ദേശം നൽകണേ എന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങളോട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? മുആദേ അലൈക ബിതഖ്വല്ലാഹി മസ്തതഅത, നിനക്ക് കഴിവുള്ളതുപോലെ നിന്റെ കഴിവനുസരിച്ച് നീ അല്ലാഹുവിനെ ഭയപ്പെടണമേ, റബ്ബിനെ സൂക്ഷിക്കണമേ, അവന്റെ വിധിവിലക്കുകളെ മാനിക്കണമേ. വദ്കുരില്ലാഹ ഇൻദ കുല്ലി ഹജരിൻ വശജരിൻ, എവിടേക്ക് തിരിഞ്ഞാലും, ഏത് ദിക്കിലേക്ക് തിരിഞ്ഞാലും, ഏത് മുക്കിലേക്കോ മൂലയിലേക്കോ തിരിഞ്ഞാലും നീ അല്ലാഹുവിനെ ഓർക്കണേ, അല്ലാഹുവിനെ സ്മരിക്കണേ, പടച്ച തമ്പുരാനെ സ്മരിക്കണേ. മുആദേ വമാ അമിൽത മിൻ സൂ, നിന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് വന്നാൽ, ഒരു അപാകത വന്നാൽ, ഒരു ന്യൂനത വന്നാൽ, നീ ഒരു തെറ്റിലേക്ക് വീണുപോയാൽ ഫഅഹ്ദിസ് ലഹു തൗബ, നീ പശ്ചാത്തപിച്ച് മടങ്ങണമേ, ഉടൻ തന്നെ നീ തൗബ പുതുക്കണമേ, ഉടൻ തന്നെ പശ്ചാത്തപിക്കണമേ. അസ്സിർറ ബിസ്സിർരി, രഹസ്യമായി ചെയ്ത പാപത്തിന് രഹസ്യമായി പശ്ചാത്തപിക്കണമേ. വൽ അലാനിയത ബിൽ അലാനിയ, പരസ്യമായി ചെയ്ത പാപത്തിന് പരസ്യമായി തന്നെ റബ്ബിനോട് മാപ്പ് പറയണേ. ബഹുമാനപ്പെട്ട നബി തങ്ങൾ എന്നെ ഉപദേശിച്ചുവെന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. മനസ്സിലായോ? രഹസ്യമായി ചെയ്തത് രഹസ്യമായി, പരസ്യമായി ചെയ്തത് പരസ്യമായി. അവ രഹസ്യമായി വ്യഭിചരിക്കുമ്പോൾ പരസ്യമായിട്ട് പോകില്ലല്ലോ, രഹസ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം?
പരസ്യമായിട്ട് പള്ളി പ്രസിഡന്റിനെ തെറി പറഞ്ഞു, ഉസ്താദിനെ തെറി പറഞ്ഞു, ഖാദിയെ തെറി പറഞ്ഞു, പള്ളിയിലെ കമ്മിറ്റിക്കാരെ, സെക്രട്ടറിയെ ആരെങ്കിലും ഒക്കെ തെറി പറഞ്ഞു, അല്ലെങ്കിൽ പൗരപ്രമുഖനായ ഒരു വ്യക്തിയെ ആരെങ്കിലും ഒക്കെ തെറി പറഞ്ഞു, അല്ലെങ്കിൽ ആക്ഷേപിച്ചു. എന്ത് ചെയ്യണം? അവന്റെ തൗബ പരസ്യമായിട്ട് കൊണ്ടുവന്ന് മാപ്പ് പറ. പരസ്യമായി നീ മാപ്പ് പറയാതെ നിനക്ക് ഞാൻ പൊറുക്കൂല എന്ന് പറയില്ലേ? പരസ്യമായിട്ട് മാപ്പ് പറ. പരസ്യമായിട്ട് മാപ്പ് പറ. വല്ലലാനിയത ബില്ലലാനിയ. അവ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൗബയുടെ രൂപം പറഞ്ഞത് രഹസ്യമായി ചെയ്ത പാപം രഹസ്യമായി, പരസ്യമായി ചെയ്ത പാപം പരസ്യമായി. പാപങ്ങൾ ചെയ്തത് പരസ്യപ്പെടുത്തരുത്, അതും പാപമാണ്. ഇൽഹാറുൽ മഅസിയത്തി മഅസിയത്തുൻ. ഇൽഹാറുൽ മഅസിയത്തി മഅസിയത്തുൻ. ചെയ്ത പാപം പരസ്യപ്പെടുത്തൽ അല്ലെങ്കിൽ അറിയിക്കൽ, അത് മറ്റുള്ളവരോട് പറയൽ, രഹസ്യത്തിലാകട്ടെ പരസ്യത്തിലാകട്ടെ പറയൽ, മഅസിയത്തുൻ, അതും വലിയ പാപമാണ്. നമ്മളിപ്പോ ചെയ്ത പാപം മറ്റൊരാളോട് പറയുക, സുഹൃത്തുക്കളോട് പറയുക, കൂട്ടുകാരോട് പറയുക, അത് വലിയ പാപമാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുല്ലു ഉമ്മത്തി മുആഫാ ഇല്ലൽ മുജാഹിറൂൻ. എന്റെ ഉമ്മത്തികൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തേക്കാം, എന്റെ ഉമ്മത്തികൾക്ക് അല്ലാഹു മാപ്പ് ചെയ്തേക്കാം, എന്റെ ഉമ്മത്തികളുടെ പാപങ്ങൾ അല്ലാഹു ഏറ്റെടുത്തേക്കാം. ഇല്ലൽ മുജാഹിറൂൻ. പാപങ്ങൾ പരസ്യമായി പറയുന്നവരൊഴികെ, പാപങ്ങൾ പരസ്യമായി പറയുന്നവരൊഴികെ അവരുടെ പാപങ്ങൾ അല്ലാഹു മാപ്പ് ചെയ്യുകയില്ല. ശേഷം ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വ ഇന്ന മിനൽ മുജാനാ وإن من المجانا أن يعمل رجل بالعمل عملا أن يعمل رجل بالليل ثم ينشر ثم يصبح فقد ستره الله فقال يا فلان عملت البارحة كذا وكذا. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എൻ്റെ ഉമ്മത്തികൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തേക്കാം, എൻ്റെ ഉമ്മത്തികളുടെ പാപങ്ങൾ അല്ലാഹു മാപ്പ് ചെയ്തേക്കാം. ഇല്ലൽ മുജാഹിറൂൻ. പാപങ്ങൾ പരസ്യമായി പറയുന്നവരൊഴികെ, പാപങ്ങൾ പരസ്യമായി പറയുന്നവരൊഴികെ, പരസ്യമായി താൻ ചെയ്ത പാപങ്ങൾ പറയുന്നവരൊഴികെ എൻ്റെ ഉമ്മത്തികളുടെ പാപങ്ങൾ അല്ലാഹു മാപ്പ് ചെയ്തേക്കാം. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വഇന്ന മിനൽ ജുബാനാ. വിഡ്ഢികളിൽ പെട്ടവരാണ്, വിവരമില്ലാത്തവരിൽ പെട്ടവനാണ്. അയ്യഅമലർ റജുലു അമലാ അമലം ബില്ലൈൽ. കഴിഞ്ഞ രാത്രിയിൽ അവനൊരു തെറ്റ് ചെയ്തു. ഫഖദ് സതറഹുല്ലാഹു അലൈഹി. അല്ലാഹു അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു, പടച്ചവനത് മറച്ചു വെച്ചതാണ്. തുമ്മ യുസ്ബിഹു. നേരം വെളുത്തപ്പോ ഇവൻ തന്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഫുലാൻ അമിൽതുൽ ബാരിഹത കദാ വകദാ. ഏ സഹോദരാ, ഏ അളിയാ, ഏ സുഹൃത്തേ, ചെക്ക, ഞാൻ ഇന്നലെ രാത്രി ഇന്ന പെണ്ണുമായി ഞാൻ അങ്ങനെ ചെയ്തു. എനിക്ക് ഇന്നലെ ഒരു ഐറ്റം കിട്ടി, അവളുമായി ഞാൻ ഇന്ന സ്ഥലത്ത് പോയി, ഇന്ന സമയങ്ങളിൽ ഇത്ര സ്ഥലത്ത് ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഞാൻ ഇന്ന തെറ്റ് ചെയ്തു എന്ന് അല്ലാഹു ഒളിപ്പിച്ചു വെച്ച, മറച്ചു വെച്ച തെറ്റുകൾ തന്റെ സുഹൃത്തുക്കളോട് പറയുന്നവരെ അവന്റെ പാപം അല്ലാഹു പൊറുക്കുകയില്ല, അവന്റെ പാപം അല്ലാഹു ഏറ്റെടുക്കുകയില്ല, അവൻ അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. ചില ആളുകൾ മണിയറ രഹസ്യം പരസ്യപ്പെടുത്തുന്നവരുണ്ടാകും. തന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട രീതികളും, തന്റെ ഭാര്യയുമായി എങ്ങനെ ബന്ധപ്പെട്ടു എന്നും, ഇന്നലെ രാത്രി ഞാൻ മണിയറയിൽ കഴിഞ്ഞതെങ്ങനെയാണ്, എന്റെ ഭാര്യയോടൊപ്പം കഴിഞ്ഞതെങ്ങനെയാണ്, എന്റെ ഭാര്യയെ ഞാൻ തൃപ്തിപ്പെടുത്തിയതെങ്ങനെയാണ്, ആ ശരീരത്തിന്റെ ഓരോ ഘടനകൾ പോലും വിവരിച്ചുകൊണ്ട് മണിയറ രഹസ്യങ്ങൾ പരസ്യപ്പെടുത്തുന്നവരെ ലോകത്തിന്റെ പുത്രൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
തങ്ങൾ വളരെ വളരെ ഗൗരവത്തോടു കൂടിയാണ് അവർക്കെതിരെ പ്രഖ്യാപിച്ചത്. ഇന്ന മിൻ ശർരിന്നാസി മൻസിലാ യൗമൽ ഖിയാമ. നാളെ ആഖിറത്തിൽ പടച്ചവന്റെ കോടതിയുടെ മുന്നിൽ മഹ്ശറ വൻസഭയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്റെ ജനതകളെ, തന്റെ അടിമകളെ മുഴുവനും നീതിക്ക് വേണ്ടി, വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കുമ്പോ ഇൻദല്ലാഹി മൻസിലാ ഇന്ന ശർറന്നാസി ഇൻദല്ലാഹി മൻസിലാ. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ട ജീവി ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വൃത്തികെട്ടവൻ ആരെന്നറിയുമോ? പടച്ച തമ്പുരാന്റെ കോപത്തിനും അല്ലാഹുവിന്റെ ശാപത്തിനും പാത്രി ഭവിച്ചവൻ ആരെന്നറിയുമോ? റജുലുൻ ഒരു ഭർത്താവാണ്, റജുലുൻ ഒരു പുരുഷനാണ്. യുഫ്ളി ഇലാ ഇംറഅതിഹി, തന്റെ ഭാര്യയുമായി രാത്രി ശയിച്ചിട്ട്, തന്റെ ഭാര്യയുമായി മണിയറയിൽ രഹസ്യം പങ്കിട്ടിട്ട്, ആ കഴിഞ്ഞ രാത്രിയിൽ തന്റെ ഭാര്യയോട് അവൻ എങ്ങനെയാണോ ശയിച്ചത്, എങ്ങനെയാണോ ലൈംഗികമായി ബന്ധപ്പെട്ടത്, അവൻ പരസ്യപ്പെടുത്തുന്ന വിഡ്ഢികളെ, വിഡ്ഢികളെ, അവനാണ് നാളെ ആഖിറത്തിൽ ഏറ്റവും നികൃഷ്ടനെന്ന്, ഏറ്റവും നീചനെന്ന്, ഏറ്റവും നിന്ദ്യനെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഒരാൾ ചെയ്ത പാവം, അല്ലെങ്കിൽ പാവം അല്ലെങ്കിലും ഇനിയിപ്പോ പാവം ചെയ്താലും അങ്ങനെ പാവവും പറയുമല്ലോ. സ്കൂളിൽ നിന്ന് എനിക്ക് ഒരെണ്ണത്തിനെ കിട്ടി, അല്ലെങ്കിൽ ഞാൻ മാംഗ്ലൂർ പോയപ്പോൾ ലോഡ്ജിൽ പോയപ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നു, പൈസ കൊടുത്തു, അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ബസ്സിൽ യാത്ര ചെയ്യാമെങ്കിൽ ഒരാളെ ഒപ്പിച്ചേരാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ എനിക്ക് കിട്ടി, നീ വേണമെങ്കിൽ കൂടെ കൂടിക്കോ, നിനക്കൂടെ ഞാൻ ഒപ്പിച്ചേരാം, ഞാൻ ഫോൺ നമ്പർ തരാം, നീ ഒന്ന് പോയിക്കോ എന്നും പറഞ്ഞിട്ട് ആ തെറ്റുകളെ വിളിച്ചു പറയുകയും ചെയ്യിക്കുകയും അതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവൻ ഏറ്റവും വലിയ നിന്ദനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആൺപിശാചും പെൺപിശാചും പോലെയാണ്. ആൺപിശാചും പെൺപിശാചും പോലെയാണ്. പരസ്യമായിട്ട് റോഡിന്റെ സൈഡിൽ നിന്ന് അവർ ശാരീരികമായി ബന്ധപ്പെടും. ഒരു കൂസലില്ലാതെ, ലജ്ജയില്ലാതെ അവർ വിവരമില്ലാത്തവരാണ്, ശൈത്താന്കളാണ്, പിശാചുക്കളാണ്. നബിയുനാ റസൂലുള്ളാഹി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത അഊദു ബിക മിനൻ നാർ. അപ്പൊ അതുകൊണ്ട് എന്താ പറഞ്ഞത്? അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് മാപ്പാക്കാൻ വേണ്ടി ആത്മാർത്ഥമായി റബ്ബിനോടൊന്ന് പറഞ്ഞാൽ നിറക്കണ്ണുകളോടുകൂടി. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയാണ് തെറ്റിൽ നിന്ന് പരിഹാരം കാണേണ്ടത്. ഇനി അടുത്ത് വാ. അടുത്ത് ഇനി തൗബ സ്വീകരിക്കണമെങ്കിൽ അടുത്ത വഴി എന്താണ്? തൗബ എന്നൊക്കെ പറഞ്ഞ നിങ്ങളിപ്പോ എന്താ ഈ വിചാരിച്ചത്? സംഭവം ഇത്രയും വലിയ സംഭവമാണെന്നാണ് നമ്മൾ അറിഞ്ഞില്ലല്ലോ. അടുത്തത് അവന്റെ പാപം അവനും അല്ലാഹുവും തമ്മിലാണെങ്കിൽ 3 നിബന്ധനകൾ അവനുണ്ട്. ഒരു മനുഷ്യൻ തൗബ ചെയ്യണമെങ്കിൽ, പശ്ചാത്തപിക്കണമെങ്കിൽ, അവൻ ചെയ്ത പാപം അവനും അല്ലാഹുവും തമ്മിലുള്ള പാപമാണെങ്കിൽ ഫലഹാ സലാസത്തു ശുറൂത്ത്, 3 നിബന്ധനകളാണ്. അല്ലാഹുവിനോട് ചെയ്ത പാപം, എനിക്ക് നിസ്കരിക്കയില്ല, കള്ളവും പറഞ്ഞ് വിചാരിച്ച് അത് ഇത് ഹറാമുകളൊക്കെ ചെയ്തിട്ട് അല്ലാഹുവായിട്ട് ബന്ധപ്പെട്ട പാപം, അങ്ങനെ ചെയ്താൽ ഫലഹാ സലാസത്തു ശുറൂത്ത്, 3 നിബന്ധനകൾ അവൻ പാലിക്കണം. ഒന്ന്, പാവം പിഴുത് കളയണം. ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പാവം അത് നിലവിൽ എടുത്ത് കളയണം, പറിച്ച് കളയണം. മുരടോടുകൂടി പറിച്ച് ഡിലീറ്റ് ആക്കി കളയണം. ഒന്ന് കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല. അവൻ ചെയ്യുന്ന ആ ഒരു തെറ്റിന്റെ മേൽ അവനൊരു വിഷമമുണ്ടാകും, ഒരു ഖേദപ്രകടനം. ചെയ്തു പോയല്ലോ, തെറ്റായി പോയല്ലോ, പഠിച്ചവനെ അക്രമമായി പോയല്ലോ, ഒരു വല്ലാത്ത ഒരു ഖേദപ്രകടനം. അതെപ്പോഴും ഉണ്ടാകണം. തെറ്റ് ചെയ്യുമ്പോ ഒരു ഖേദമുണ്ടാകുന്നത് അത് ഒരു ഈമാന്റെ ലക്ഷണമാണ് എന്നാണ് ഹബീബായ തങ്ങൾ പറയുന്നത്. ഒരു ഖേദമുണ്ടാവുക. എത്ര തെറ്റ് ചെയ്താലും പുല്ല് വില പോലുമില്ലാതെ വീണ്ടും തെറ്റ് ചെയ്യുന്നവൻ അവൻ ഈമാൻ ഇല്ലാത്തവന്റെ അടയാളമാണ്.
നമ്മളിപ്പോ മനുഷ്യന്മാരാണ്, തെറ്റ് ചെയ്യാത്ത ആരാ? തെറ്റിൽ വീണു പോകും. പക്ഷെ ആ വീഴുന്ന തെറ്റായി പോയല്ലോ പടച്ചോനെ, അത് വേണ്ടായിരുന്നു അല്ലേ എന്നൊരു ഒരു മനോദുഃഖമുണ്ടല്ലോ. ആ മനോദുഃഖമാണ് അവനെ അള്ളാഹു ഇഷ്ടപ്പെടാൻ ഒരു കാരണം. ചില ആളുകൾ ഇങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ഒരു പേടിയില്ല, ഒരു കൂസലും ഇല്ല. ഇവനെന്താ? ഈമാൻ ഇല്ലാത്തവൻ, അവന്റെ ഹൃദയം എന്തായി പോകുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇദാ അദ്നബ അബ്ദുൻ ദൻബാ നകതത, ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുകയാണ്. നുക്തതൻ സൗദാ, ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുകയാ. ഉടനെ അവൻ ഓർത്തുകൊണ്ട് പശ്ചാത്തപിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ സുഖില ഖൽബുഹു, അവന്റെ ഹൃദയം ഉടനെ ശുദ്ധീകരിക്കപ്പെടും. ഉടനെ അവന്റെ ഹൃദയം ശുദ്ധിയാവും. തെറ്റ് ചെയ്തിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച്, പടച്ചവനെ ഞാൻ ചെയ്തത് അഹങ്കാരമായി പോയി, തെറ്റായി പോയല്ലോ അല്ലാ എന്ന വളരെ ദുഃഖഭാരത്തോടുകൂടി അവൻ റബ്ബിന്റെ കോടതിയിൽ സമർപ്പിക്കുമ്പോ പടച്ചതമ്പുരാൻ അവന്റെ ഹൃദയത്തെ ശുദ്ധിയാക്കും. അവൻ തെറ്റ് ചെയ്തിട്ട് അവന് പുല്ല് വിലയില്ല, അവൻ റബ്ബിനെ ഭയപ്പെടാറില്ല. അവന്റെ പാപത്തിന്റെ കറ അധികരിച്ചു കൊണ്ടിരിക്കും. അതിങ്ങനെ അധികരിച്ചു കൊണ്ടിരിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ ഇവനെ കുറിച്ചാണ് പടച്ചതമ്പുരാൻ പറഞ്ഞത്, കല്ലാ ബൽ അറാന അലാ ഖുലൂബിഹിം, ഇവർക്ക് എത്രത്തോളം അല്ലാഹുമായി ബന്ധപ്പെടാൻ കഴിയുകയില്ല, ഇവരെത്രത്തോളം പടച്ച തമ്പുരാനുമായി അടുക്കാൻ ഇവർക്ക് സാധ്യമല്ല. എത്രത്തോളം ആയത്തുകളും ഹദീസുകളും കേട്ടാൽ ഇവരുടെ മനോമുഖരങ്ങളിലേക്ക് ഇറങ്ങുകയില്ല. കാരണം എന്തെന്നറിയോ? റാന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ പാപത്തിന്റെ കറകൾ അധികമായി പോയി, അവരുടെ ഹൃദയങ്ങൾ പാപത്തിന്റെ കറകൾ കൊണ്ട് മൂടിപ്പോയി.